biscatoria. Aspettomi, aspettomia. Pimbachumia, tukkachamia. Pimbachumia, tukkachamia. Booparu, suppaparu, huliyai, karakar. Hukkatomi, katomi. Chomi, bami, blinkatomi, biscatori, biscatoria. Aspettomi, aspettomia. ഏഞ്ചോടി മഞ്ചക്കുരുവി സാഞ്ചാട് നെഞ്ചത്തഴുവി ആട്ടം പോടടി പാട്ടും പാടടി ആട്ടം പോടടി പാട്ടും പാടടി സൂടാന പൊട്ടൽ കാട് ജോറാക കത്തിപ്പാട് ഒന്നപ്പാറ് മണ്ണപ്പാറ് മൊണ്ണപ്പോലെ മിന്നും പാറ് ഏഞ്ചോടി മഞ്ചക്കുരുവി സാഞ്ചാട് നെഞ്ചത്തഴുവി. ഏഞ്ചോടി മഞ്ചക്കുരുവി സാഞ്ചാട് നെഞ്ചു തഴുവി ആട്ടം പോടടി പാട്ടും പാടടി ആട്ടം പോടടി പാട്ടും പാടടി സൂടാന പൊട്ടൽ കാട് ജോറാക കത്തിപ്പാട് ഒന്നപ്പാർ മണ്ണപ്പാർ മൊണ്ണപ്പോലെ മിന്നും പാർ ഏഞ്ചോടി മഞ്ചക്കുരുവി സാഞ്ചാട് നെഞ്ചു തഴുവി. ஏறுபிடிச்ச சோறு கொடுக்கும் ஊரது நீர் பிடிச்ச காசு கொடுக்கும் ஊரது ஏறு பிடிச்ச சோறு கொடுக்கும் ஊரது நீர் பிடிக்க காசு கொடுக்கும் ஊரது பூவே பொன்னாரு பூவே ஓ ஓ பூவில் உள்ளாடும் தேனே தேனும் செவ்வாயில் தானே ஓ ஓ கேட்டால் தந்தேனே நானே முத்தத்தால் கோர்த்து மொத்தமாய் சேர்த்து தரவா வரவா ஹோ ஹோ பஷியா ஹோ ஹோ துஷியா பஷியா பஷியா ஓ ஓ ஓ ஓ தாகமிருந்த நீருள வந்து நீரு கொடு அடியாசிருந்த தேருள வந்து மாலிடு தாகமிருந்த நீருள வந்து நீரு கொடு அடியாசிருந்த தேருள வந்து மாலிடு மாலிடு மாலிடு. ஏஞ்சோடி மஞ்சக்குருவி சாஞ்சாடு நெஞ்சு தழுவி ஏஞ்சோடி மஞ்சக்குருவி அட சாஞ்சாடு நெஞ்சு தழுவி ஆட்டம் போடடி பாட்டும் பாடடி ஆட்டம் போடடி பாட்டும் பாடடி சூடான பொட்டல் காடு ஜோராக கத்திப்பாட் ஒன்னப்பார் மண்ணப்பார் ஒன்ன போல மின்னும் பார் ஏஞ்சோடி மஞ்சக்குருவி சாஞ்சாடு நெஞ்சு தழுவி ஏஞ்சோடி மஞ்சக்குருவி
കോസ്റ്റ്യൂം ഒക്കെ കൊള്ളാം. ഇത് ആര് ചെയ്തേ? ഇത് അമ്മേന്റെ, എന്റെ വീടിന്റെ അടുത്തുള്ള അമ്മേന്റെ ഒരു ഫ്രണ്ടാ ചെയ്തത്, രമ്യ. ആണല്ലേ? ഇതൊക്കെ എവിടെ നൊപ്പിച്ച്? ഇത് അമ്മമ്മേന്റെ സാരിയാ. സാരി തയ്ച്ചതാ. അമ്മാമ്മന്റെ സാരി എടുത്താ നീ ഇതിനു വേണ്ടി? അമ്മമ്മ തന്നാ? ഓ തന്ന്. എന്തായാലും പാട്ട് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു നോക്കാം. ചോദിക്കാം. ഓ ഇവരൊക്കെ പേടിപ്പിക്കാണല്ലോ. ശരത്ത് മക്കളെ, നിനക്ക് വേണ്ടി സ്പെഷ്യൽ ആ ഒരു മൈക്ക് ഇറക്കുമതി ചെയ്തിട്ട് അതിലാ പറയുന്നത്. പിന്നെ കൃത്യമായിട്ടും കാര്യങ്ങൾ മനസ്സിലാവണം. അതിനാണ് ഇപ്പൊ ഈ ഒരു വിദ്യ, ആ ഒരു ഐഡിയ പ്രാവർത്തികമാക്കുന്നത്. അത് അങ്ങയ്ക്ക് വേണ്ടിയാണ്. താങ്ക് യു. അങ്ങ് ഓക്കെ അല്ലേ അതില്? ഓക്കെ. അങ്ങ് ഓക്കെ ആണോ? ഇങ്ങ് ഓക്കെയാ? എന്നാ മക്കളെ കുഞ്ഞെ എന്തോ നന്നായിട്ട് പാടിയിടാ. താങ്ക് യു സാർ. നല്ല രസമുള്ള ഒരു ഗും ഗുർക്ക് 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 പാട്ട് നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സാർ. എനിക്ക് ആകെ നിന്റെ അടുത്ത് പറയുന്നത് ഈ മൈക്ക് മാറ്റി അതർ സംസ്ഥാനത്ത് കൊണ്ടുവച്ചിട്ട് പാടുന്ന പരിപാടി നിർത്തിക്കോണം. ഇനി നടക്കില്ല ഇവിടെ. ഈ ഇടയ്ക്കിടയ്ക്ക് തങ്കടരിക്ക കിങ്കടരക്ക കങ്കടകക്ക എന്ന് പറയുമ്പോ കങ്കട അത് ഇപ്പൊ കേക്കത്തില്ല. മനസ്സിലായോ കുഞ്ഞ്? ഓ മനസ്സിലായി. ആട്ടം പോടടി ഒന്ന് പാട്. ആട്ടം പോടടി പാട്ടും പാടടി. പാട്ടുമല്ല, പാട്ട് പാടടി. ആട്ടം പോടടി പാട്ട് പാടടി. ആ ഇപ്പൊ കുറച്ച് കറക്റ്റായിട്ട് പാടുന്നു. മറ്റേ പാട്ടം പോടടി പാട്ട് പാടടി, അവിടെ കുറച്ച് അനുനാസിക മൂക്ക് മാത്രം ആവുന്ന അവിടെ കേട്ടോ. അത് നോക്കണം. ആട്ടം പോടടി പാട്ട് പാടടി, അത് കുറച്ച് റൗണ്ടായിട്ടിരിക്കട്ടെ മക്കളെ. അതുപോലെ കരകാട്ടം അതൊന്ന് പാടാമോ? എനിക്കൊരു ഡൗട്ട്, അതൊന്ന് നമുക്ക് ക്ലിയർ ചെയ്യാം. കരകാട്ടം കള്ളപ്പാട്ട് ജതിപോട്ട് വില്ലുപാട്ട് സുതിപോട്ട് പാട്ടും സുതിപോട്ട് പാട്ട് പഠിപ്പേ. എനിക്ക് അതിന് വേറെ ആരെങ്കിലും പാടി കാട്ടാന്നൊന്നും അറിഞ്ഞൂടാ. ഇത് ഒറിജിനൽ എങ്ങനെയാണ്? അങ്ങനാണ്. തരി ആണോ? അങ്ങനാണെങ്കിൽ അങ്ങനെ പാടും. മോനൊന്ന് പാടിക്കേ. സുതിപോട്ട് പാട്ടും പാടി. അപ്പൊ അതുമല്ല ഇതും അല്ലാത്ത ഒരു ലെവലില്ല. അതില്ല മക്കളെ, അതില്ലെന്നല്ല നീ പറയുന്നത്. അപ്പൊ അതിന് അങ്ങനെ ഒരു ട്രാവല് കൊടുക്കണം. ഇത് പാടിക്കൊണ്ടിരുന്നാ ശരിയാ. ഓക്കെ. പിന്നെ അക്ഷരങ്ങൾ ഇവിടെ ഞാൻ എഴുതി വെച്ചാൽ മൈക്ക് 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 മൈക്ക്. ആ ദാഹം വരുന്ന അതൊന്ന് പാടാമോ? മക്കളെ ഒന്നുകൂടെ കരയാതെ പാട്. ഇത് എന്തോന്നടേ? ആ മക്കളെ ഒന്നുകൂടെ. தாகமிருந்த நேரில வந்து நீரு கொடு, அடியாசிருந்த தேரில வந்து மாலிடு. தாகமிருந்த நேரில வந்து நீரு கொடு, அடியாசிருந்த தேரில வந்து மாலிடு மாலிடு மாலிடு. അത് തേരില വന്നെന്നാണോ? നേരില വന്നെന്നല്ലല്ലോ. ആദ്യത്തെ നേരില വന്ന് പിന്നെ തേരില. ആദ്യം നേരി വന്നിട്ട് പിന്നെ തേരില്, അടുത്തത് പിന്നെ കാറിലായിരിക്കും അല്ലേ? ശരി മക്കളെ. അതുപോലെ ഈ തുഴയുന്ന ഒരു സാധനം കാണിച്ചിരുന്നു. നീ വെള്ളത്തിൽ കിടന്ന് അവസാനം ആയിട്ട് ഒരു ഡാൻസ് സ്റ്റെപ്പ് ഇവിടെ കിടന്നിട്ട് അവസാനം മറ്റേത് തുഴയല്ല, പിന്നെ അതല്ല ആ സാധനം. അത് കുറച്ച് മുമ്പേ അങ്ങ് ആയിപ്പോയോ? മ്യൂസിക്കലി അത് കണക്ട് ചെയ്തില്ല. അതെന്ത് പറ്റി? ആ ഒരു ചേഞ്ച് ഓവർ വരുമ്പോ അല്ല നീ അത് ചെയ്യേണ്ടത്. നീ മോൻ തുടങ്ങിയതിന് ശേഷമാണ് മ്യൂസിക്കൽ ചേഞ്ച് ഓവർ ഉണ്ടായത്. അപ്പൊ തുഴഞ്ഞങ്ങ് നീ അങ്ങ് അറേബ്യൻസി കടന്ന് അതാ ചോദിച്ചത്. ഒരു ചേഞ്ച് ഓവർ വരുമ്പോ ആ ചേഞ്ച് ഓവർ മ്യൂസിക്കലി വന്നാലല്ലേ അത് നമുക്ക് ഏക്കത്തുള്ളൂ അല്ലേ? അതിനിടെ കൂടെ നീ തുഴയാന്ന് ജിങ്കടന്ന് തുടങ്ങിയപ്പോ അത് ചുമ്മാതായിപ്പോയി. അതുകൊണ്ടാ ചോദിച്ചത്. മനസ്സിലായോ കുഞ്ഞ്? മനസ്സിലായി. അപ്പൊ അത് മക്കൾ കൃത്യമായിട്ട് നോക്കണം. കാരണം നീ ചെയ്തൊക്കെ നല്ല രസമുണ്ട്. അതിന് ഈ മൂവ്മെന്റ്സ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു മക്കളെ കേട്ടോ. അസാധ്യം. പിന്നെ അമ്മയുടെ സാരി ആണെങ്കിലും ബ്യൂട്ടിഫുൾ. ആരുടെ ആണെങ്കിലും സാരി ആണല്ലോ. അപ്പൊ അത്രേ ഉള്ളു മക്കളെ. ഐ ലവ് യു. ഇതൊരു സംശയം. അത്രേ ഉള്ളൂ. പറു. ചേച്ചി നിവേദൂട്ടാ എന്തോ അസലായി പാടി. താങ്ക് യു മാം. എനിക്ക് ഒന്നാമത് ആള് ഭയങ്കര ക്യൂട്ടാ തോന്നിയില്ലേ? ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു ഒന്ന്.
എന്ത് ക്യൂട്ടാ ആദ്യം ശബ്ദം തുടങ്ങിയപ്പോഴേ. മാറ്റിയപ്പോഴേക്ക് ചേച്ചി ശബ്ദം മാറ്റിയപ്പോഴത്തേക്ക് എനിക്ക് ചിരിയാ വരുന്നത്. കാരണം ഈ കുഞ്ഞല്ലേ ഇത്, ആ കുഞ്ഞ് മനുഷ്യൻ ഇങ്ങനെ ഓരോന്ന് മാറ്റി മാറ്റി പാടുമ്പോഴേ, ഇത് ശരിക്കും രാജാ സാറിന്റെ ഷോയിന് ലാസ്റ്റ് പാടുന്ന പാട്ടാ. അപ്പം ഇപ്പം മലേഷ്യയിൽ ഷോയിന് പോയ സമയത്ത് ഇതായിരുന്നു ലാസ്റ്റ് പാടിയ പാട്ട്. അപ്പം മോനത് പാടുമ്പം നമ്മളത് ലൈവ് കേൾക്കുന്നതല്ലേ, അപ്പം മോനത് പാടിയപ്പോൾ ഒരു കുഞ്ഞ് വന്നിട്ട് പല തരത്തിലുള്ള മോഡുലേഷൻസ് ഉണ്ട്. SPB സാറ് അങ്ങനെയാണ് ഇതിൽ 3 പേര് പാടിയതല്ലേ? ആരൊക്കെയാ പാടിയത്? SPB സാർ, ശൈലജ മാം, പിന്നെ ചിത്രാമ്മ. 3 പേര് പാടിയ പാട്ടാണ് ഇതാ ഇയാൾ ഇവിടെ വന്നിട്ട് എടുത്ത് കൊണ്ടുവന്ന് ഒറ്റയ്ക്ക് പാടിയത്. സൂപ്പർ. താങ്ക് യു മാം. കഷ്ടപ്പെട്ടിട്ടുണ്ട് കുറേ, എനിക്കറിയാം. കാരണം ഈ കുഞ്ഞ് അവിടെ കിടന്ന് ഡാൻസ് ഒക്കെ കളിച്ച് സ്ട്രെയിൻ ചെയ്തിട്ട് എന്തായിരുന്നു, ആ അനുപല്ലവിയൊക്കെ ഭയങ്കര സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഞാനിത് പാടും. എന്നിട്ട് അവിടെ ഡയറക്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കോറസ് പാടാൻ. എല്ലാം ഞാൻ എന്തൊക്കെ നോക്കണം, പാടണം, ലിറിക്സ് പഠിക്കണം, ഓർക്കസ്ട്രേനെ ശ്രദ്ധിക്കണം, ഇവർക്ക് ഡയറക്ഷൻ കൊടുക്കണം, അതെ, തയ്പ്പിക്കണം. അതെ, ഓഫ് എന്തൊക്കെ പണിയല്ലേ. സുന്ദരായിട്ട് പാടി, ഇഷ്ടപ്പെട്ട് പാടിയത്. ഡാൻസ്, ഷാഹുൽ മാസ്റ്ററിന്റെ മുഖത്ത് ഞാൻ മോനിവിടെ ഡാൻസ് കളിക്കുമ്പോൾ ഷാഹുൽ മാസ്റ്ററിന്റെ മുഖം ഞാൻ നോക്കുമായിരുന്നു. സ്വന്തം കുട്ടി സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന അവിടെ ഇങ്ങനെ നിന്നിട്ട് പ്രാർത്ഥന ഇങ്ങനെ നോക്കുന്നു, കറക്റ്റ് അല്ലേ. അത്രയും ആ ഒരു സ്നേഹമുണ്ട് നിങ്ങളോട്. ഷാഹുലിന് വല്ലാത്ത സ്നേഹമാണ്. നിങ്ങൾ ഇവിടെ ചെയ്യുന്നെങ്കിൽ അവിടെ ഷാഹുലിന്റെ നെഞ്ചിടിപ്പ് ഇവിടം വരെ കേൾക്കാം. ഞങ്ങൾക്ക് പല തവണ അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. പാട്ടിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ പോയി. സൂപ്പർ ഷാഹുലേട്ടാ. അതെ, പറയാണ്ടിരിക്കാൻ വയ്യ, അത്ര മനോഹരമായിട്ട് ഈ കുട്ടികൾക്ക്. കാരണം പാട്ടിനെ ബാധിക്കാത്ത വിധത്തിൽ കൂടി കൊറിയോഗ്രാഫി ചെയ്യണം. അപ്പൊ അത് അവൻ അസലായിട്ട് പാടുകയും ചെയ്തു. ശ്വാസം എടുക്കാനൊക്കെ സ്ട്രെയിൻ ഉണ്ടെങ്കിൽ പോലും നന്നായി പാടി. ലാസ്റ്റിലത്തെ ഇത് എന്തായിരുന്നു, അത് ഭയങ്കര എനർജി വേണം ഇത്രയും നേരം ഇത് ചെയ്തോണ്ടിരിക്കാൻ. അയ്യോ എനിക്കൊന്നും പറ്റില്ല. 2 സ്റ്റെപ്പ് ചെയ്താൽ നമുക്ക് കിതപ്പ് വരും. ഇത് എന്തായിരുന്നു, അതൊന്ന് കാണിക്കോ? എനിക്കത് ഇഷ്ടപ്പെട്ടിരുന്ന സംഭവം. നോക്കട്ടെ, ഞങ്ങള് സ്റ്റോപ്പ് എന്ന് പറയാം. ഞങ്ങൾ സ്റ്റോപ്പ് പറയുന്ന മൈക്ക് തന്നോ. 1 മണിക്കൂർ ഒന്നും വെക്കല്ലേ. 1 മണിക്കൂർ പറ്റില്ലടാ, ഷോ തീരും അപ്പത്തേക്ക്. അതെ, സത്യത്തിൽ നീ തന്ന പോലെ ഉണ്ടല്ലേ. ഞങ്ങൾ സ്റ്റോപ്പ് പറഞ്ഞില്ലല്ലോ. അവന് ക്ഷീണായി. പക്ഷെ എന്തായാലും ബ്യൂട്ടിഫുൾ ആയിരുന്നു മോനെ. കോറസ് ആയാലും കോറസ് പിള്ളേര് നിവേദൂട്ടൻ പൊളിച്ചുടാ. താങ്ക് യു മാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്ര ക്യൂട്ടാണ്. എനിക്ക് ആ ശബ്ദത്തിൽ ഇത് വന്ന് പാടി കേട്ട് സത്യം പറഞ്ഞാൽ ചിരിയ വന്നത് ആദ്യം. ആ കുഞ്ഞു കുരുവിയുടെ ശബ്ദം ക്യൂട്ടായിരുന്നടാ. എനിക്ക് നിന്നെ ഇഷ്ടം. നന്നായി പാടുകയും ചെയ്തു. ഓക്കെ, ഗുഡ് ബോയ്. താങ്ക് യു ചേച്ചി. സർ മോനെ, ഇത് ഏത് ലാംഗ്വേജ് ആ പാട്ട് തുടങ്ങണത്? അത് ജിബ്രിഷ്, മീനിങ്ലെസ് ആണല്ലേ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു അർത്ഥം മനസ്സിലായല്ലോ അല്ലേ? അർത്ഥം മനസ്സിലായോ? അതിന്റെ അർത്ഥമുണ്ട്, അതറിയില്ല. മനസ്സിലായില്ല. പിന്നെ എന്തോർത്ത് ഇവിടെ വന്ന് പാടുന്ന നീ? അല്ല, ജിബ്രിഷ് അല്ലേ മീനിങ്ലെസ്. ജിബ്രിഷ് എന്ന് പറഞ്ഞാൽ എന്താ ചോദിക്കേ? സാറിന്റെ ചോദിച്ചു നോക്ക്. സാറെന്ത് ഉദ്ദേശിച്ച മനസ്സിലായില്ല. ഇത് ഇങ്ങനത്തെ ഭാഷകളില് അഗ്രഗണ്യനായിട്ടുള്ള ഒരാളാണ് നമ്മുടെ ശരത്തേട്ടൻ. അപ്പോ ശരത്തേട്ടൻ ഒന്ന് പറഞ്ഞു കൊടുക്ക അതിന്റെ ഒരു ട്രാൻസ്ലേഷൻ. എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ. അല്ല, മക്കള് പറയുകയാണെങ്കിൽ ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം മോനെ. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ബിസ്കറ്റൂറി, ബിസ്കറ്റൂറിയ. ബിസ്ക്കറ്റ് തിന്നാൽ ആ ഒരു അവസ്ഥ വരും. പിന്നെ ആശുപത്രി പോണ്ടി വരുന്നു. അതും ശരിയാ, അഡ്മിറ്റ് ആവേണ്ടിയും വരും. പിന്നെ അവിടെ പോയി ഡോക്ടറെ കണ്ടില്ലേ പ്ലിങ് ആവും. ശബ്ദം. പിന്നെ കണ്ടില്ല ദുഃഖം ആവും. അപ്പൊ അത് ഓക്കെ, അതുമായി. അടുത്ത അതുകൊണ്ടായിരുന്ന ഭൂപാറു സുപ്പപ്പാറു. ഇത് പാറുവിനെ മാറി നിൽക്കാൻ. അടുത്തത് ഹുലിയായി ഖാറാ ഖാറു. തൊണ്ടയൊക്കെ കാറും കുറെ ബിസ്ക്കറ്റ് തിന്നാല്. അതാ അത് പിന്നെ പുലി കാർന്നാണോ കാറ്.
അടുത്തത് ഹുക്കട്ടോമി ഹുക്കട്ടോമി, ആ ആ അവിടെ നിക്കട്ടെ നിക്കട്ടെ ആ. ഷോമി ബാമി ബ്ലിങ്കട്ടോമി. ആ ഈ കാര്യം ഈ രാവിലെ പോയ സാധനം ഷോമി അത് കാണിക്കാം. ബ്ലിങ്ങിന്ന് പോയ സാധനം കാണിക്കാം. ഷോമി ബാമി. കാര്യം ഇതൊക്കെ പറഞ്ഞു എന്നുണ്ടെങ്കിലും മോനൊരു ഭയങ്കര ഒരു വലിയൊരാള് പാടുന്ന പോലെ എനിക്ക് തോന്നി ഫസ്റ്റില് തുടക്കത്തിലേ. ആ അത് കഴിഞ്ഞാ ഈ ബിസ്ക്കറ്റ് എന്താ ബിസ്ക്കറ്റ് തൂറി ആ ഭാഗം ആ ഭാഗത്തെപ്പോഴും ഭയങ്കര നല്ല നല്ല കനമുള്ള ശബ്ദം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ എന്താ മറ്റേ ലൈൻ ജോഡി മഞ്ചക്കുരുവി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിക്കുള്ള ശബ്ദം എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ആ ഒരു വോയിസ് മോഡുലേഷൻ ആ ഒരു ലോ രജിസ്റ്ററിലും ഹൈയിലും ഒരുപോലെ പാടാൻ പറ്റുന്നതിൻ്റെ ഒരു കപ്പാസിറ്റി അത് ഈ ഒരു പ്രായത്തിൽ ഇറ്റ്സ് വെരി ഗുഡ് തിങ്. താങ്ക് യു സർ. കേട്ടോ. താങ്ക് യു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡാൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഡാൻസ് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഇങ്ങനെ പറഞ്ഞ എന്തായാലും ഒരു ഡാൻസ് നമുക്ക് കാണണം. പത്മ സുബ്രഹ്മണ്യമോ? അല്ല അത് ഞാൻ ഗുരുവിന് പാദങ്ങളിൽ നമസ്കരിച്ചതിന് ശേഷം മാത്രമേ ഞാൻ എന്തെങ്കിലും സ്റ്റെപ്പ് ഇടുള്ളൂ. ഗുരുവും കൂടെ. അൽഫോൻസ് സാർ ഇതിന് മുന്നേ ബ്രേക്ക് ഡാൻസ് കളിച്ചിട്ടുണ്ടല്ലോ സൂപ്പർ സ്റ്റാറിന്റെ വേദിയില്. അല്ലെങ്കിൽ ഇപ്പൊ അതൊക്കെ എടുത്ത് നമ്മൾ ഇടും കേട്ടാ. ഡിസ്പ്ലേ പതിയെ. ആ ഓക്കെ അത് മതി ചേച്ചി. നോട്ട് കേട്ടോ. ഓക്കെ എഴുതി വെച്ചോളൂ. അൽഫോൻസ് സാർ ഡാൻസ്. ഓക്കെ. അപ്പോ മോനെ അപ്പൊ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ താങ്ക് യു സർ. പാട്ടും ഡാൻസും പിന്നെ അതുപോലെ ആ ഒരു കോസ്റ്റ്യൂം ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. അതെന്നാ അങ്ങനെ താടിയാ? ഓക്കെ താടിയും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സർ. അടിപൊളി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. നീ ഇതിങ്ങനെ കുറച്ചുകൂടെ ആക്കിയായിരുന്നെങ്കിൽ അൽഫോൻസ് സാറിന്റെ പോലെ അല്ലേ സാർ? അതെ അതിലും ഒരു സാമ്യം അല്ലേ? ആ ശരത് സാർ അല്ലേ? ഇതിങ്ങനെ ഫുൾ ആക്കിയിരുന്നേ അൽഫോൻസ് സാർ. ശരിയാ ഇതിപ്പോ ഒരു ആട്ടാമ്പുഴു കയറിയിരിക്കുന്നോണ്ടിരിക്കുന്നു താടിയിൽ. അത് കുഴപ്പമില്ല മക്കളെ. പറിച്ചോണ്ടിരിക്കത്. ഓക്കെ അപ്പൊ ഇനി മക്സ് ചോദിക്കാം. ചേച്ചി താടിക്കാരാ? എന്തോ ഫീലേഷ്? എന്തോ ഫീലേഷേ? സാരിക്കാരാ? അമ്മൂമ്മയുടെ സാരി കട്ടവനെ? എന്തൊക്കെ ജിബ്രിഷുകാരാ? എന്തോ 8.9. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സാർ മക്കളെ എന്തോ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറ കേക്കട്ടെ. മ്യൂസിക് ഇളയരാജ സാർ. എഴുതിയത് ഗംഗ അമരൻ സാർ. ഓക്കെ. മൂവി വിക്രം 1986. അങ്ങനെ ഒരു പടം ഉണ്ടോ? അല്ല വിക്രം 1986. വിക്രം അത് പറയടാ. ഇപ്പൊ ഒക്കെ പേരിന്റെ കൂടെ ഒക്കെ ഇങ്ങനെ വരുന്നോണ്ട് നമ്മൾ ഞെട്ടിപ്പോയി. ഞാൻ അങ്ങനെ ഒരു പടം കണ്ടിട്ടില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഈ ഫിലിം കണ്ടോ മോൻ? ഫിലിം കണ്ടില്ല. പുതിയ ഇറങ്ങിയില്ലായിരുന്നു ഒരു വിക്രം? അതല്ലടാ പഴയത്. അല്ല ഞാൻ പറഞ്ഞ പഴയത് മോൻ കണ്ടിട്ടുണ്ടോ ഈ ഫിലിം? ഇല്ല. കാണുന്ന രസമാടാ. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. അത് കുരുവിയുടെ കഥയത്. ചുമ്മാ അങ്ങനെ പോയി കാണുന്നു. അപ്പൊ മോനെ എന്തോ 9 marks. കേട്ടില്ല. എത്ര 9. താങ്ക് യു സാർ. ഓക്കെ സോ ടോട്ടൽ 17.9. സൂപ്പർ.